ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വീഡിയോ എന്നല്ല, അതായത് കുറച്ച് നാൾ മുന്നേ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയത് തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഷോർട്സിലെല്ലാം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ ലോങ് ഫോർമാറ്റ് വീഡിയോ കൂടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ വീഡിയോസ് എല്ലാം പറ്റുന്നത് പോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ വിഷ്വൽസ് എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ളൊരു ഇൻട്രോ ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായില്ല. എൻ്റെ വിചാരം നാട്ടിൽ പോയി എടുക്കാമെന്നായിരുന്നു. പക്ഷെ നാട്ടിലെത്തിയിട്ട് അവിടുത്തെ തിരക്കും കാര്യങ്ങളെല്ലാം കാരണം എനിക്കങ്ങനെ ഇൻട്രോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു ഇപ്പം തന്നെ ഒരു ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിടാം. കാരണം അപ്പം ഞാൻ തെയ്യം കാണാൻ വേണ്ടി പോയത് എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വരുന്ന അമ്പലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മെമ്മറീസ് അമ്പലമായിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിലേ നമ്മൾ പോവും കാണുകയും ചെയ്യുന്നതാണ് അവിടുത്തെ തെയ്യവും അതുപോലത്തെ ആ സ്ഥലവും എല്ലാം നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതായത് തെയ്യം എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാട്ടിലെ തെയ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും നല്ല ഇതുവരെ ഞാൻ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. പറ്റുന്ന അത്രയും കാലം എനിക്ക് തെയ്യം നടക്കുന്ന സമയം തെയ്യത്തിന് പോകണമെന്നും തെയ്യത്തിൽ പങ്കെടുക്കണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രാവശ്യം തെയ്യം നടന്നത് ആക്ച്വലി 4 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. 4 ദിവസമാണ് ഇവിടുത്തെ തെയ്യം വരിക. അപ്പം 4 ദിവസവും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. ലീവൊന്നും എനിക്ക് കുറച്ച് കല്യാണം തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ലീവൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ പോയി വന്നിട്ടാണ് ഞാൻ പറ്റുന്നത് പോലെ വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്തത്. അതുകൊണ്ട് തന്നെ 1-2 രാവിലെ ഡേ ടൈമിൽ നടന്ന 1-2 തെയ്യത്തിൻ്റെ വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്കന്ന് പെട്ടെന്ന് കോളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇപ്രാവശ്യത്തെ തെയ്യത്തിന് എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഏത് സമയം വീട്ടിലേക്ക് വിളിച്ചാലും എൻ്റെ അച്ഛന് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞ എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ പ്രാവശ്യത്തെ തെയ്യം മിസ് ചെയ്യൂല എന്നുള്ളത് ഉറപ്പായിരുന്നു. പ്ലസ് എനിക്ക് കുറച്ചും കൂടി പ്രൗഡായിട്ട് തോന്നി. കാരണം അച്ഛൻ ദുബായിലെ ജോലിയൊക്കെ വിട്ട് കുറേ നാൾ നാട്ടിൽ നിന്ന് നാട്ടിലെ അതായത് അമ്പലത്തിലൊക്കെ ഇങ്ങനെ സെക്രട്ടറി ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി എന്നല്ല, അങ്ങനെ അമ്പലത്തിന് വേണ്ടിയും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ദേഷ്യമൊക്കെ വരും. കാരണം ഇടയ്ക്ക് വിളിക്കുമ്പോൾ എപ്പോൾ അച്ഛൻ തിരക്കിലായിരിക്കും. പക്ഷെ എന്നാൽ കൂടി ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് അച്ഛൻ ഇങ്ങനെ ഒരു ഭരണസമിതിയിൽ ആവുകയും അതിന് വേണ്ടി ഒരുപാട് പണിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അതായത് കണക്കെഴുതുന്നതും അതുപോലത്തെ അമ്പലത്തിലെ ഓരോ പരിപാടിക്ക് പോയി പ്രസംഗിക്കുന്നതും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം കണ്ടത് കൊണ്ട് ഇപ്രാവശ്യത്തെ തെയ്യം ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഈ 4 ദിവസം അച്ഛൻ വീട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോസിൽ ഞാൻ പൊതുവേ പേഴ്സണൽ അങ്ങനെ ഒരു വ്ളോഗ് പോലെ ആണിത് എടുത്തിട്ടുള്ളത്. പക്ഷേ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസിനെക്കാളും ഞാൻ തെയ്യം കുറച്ചും കൂടിയും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറുതിലേ ഉള്ള സമയം എനിക്ക് എൻ്റെ വല്യമ്മയും അച്ഛനും എല്ലാവരും ഇങ്ങനെ ഓരോ തെയ്യത്തിനും ഓരോരോ കഥകൾ ഉണ്ടാവുമല്ലോ. അപ്പം അവർ പറഞ്ഞു തന്ന കഥകളും എനിക്ക് ഓർമ്മയില്ലതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ചിലപ്പം തെറ്റുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തെയ്യം തുടങ്ങുന്ന ആ ദിവസം അന്ന് തെയ്യമൊന്നുമില്ല, വേറെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. അന്ന് രാത്രി തന്നെ അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. 150 സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം ഒരു ഏകാംഗ നാടകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തം ഞാനിരുന്ന് കണ്ടിട്ടൊന്നുമില്ല. അത് നടക്കുന്ന സമയത്ത് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാനാണ് വേണ്ടി പോയത്. നല്ല വെജ് ബിരിയാണിയും കടലക്കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. പിന്നെ ഇതാണ് അച്ഛൻ്റെ ഓഫീസ് അവിടുത്തെ അമ്പലത്തിൽ. അപ്പം അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം വീണ്ടും ആ പരിപാടിയൊക്കെ നടന്ന് ആ ഏകാംഗ നാടകം അഭിനയിച്ച അവർക്ക് എന്തൊക്കെയോ അനുമോദനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അന്ന് നമ്മൾ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുലർച്ചയ്ക്ക് തെയ്യം കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് ഹൈവേന്ന് ടേൺ ചെയ്ത് അമ്പലം എത്തുന്നത് വരെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈറ്റും ഈ ഒരു ടൈപ്പ് ഓഫ് ഡെക്കറേഷൻ ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവിടെ തെയ്യത്തിനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോഴാണ് നാഗകന്യക എന്ന് പറയുന്ന തെയ്യമാണ് ഇത്.
എല്ലാ വർഷവും 2ാം കളിയാട്ട ദിവസം രാവിലെയാണ് നാഗകന്യക പുറപ്പെടുക. അപ്പം അത് വെച്ചിട്ടാണ് ആക്ച്വലി തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് തലേന്ന് ഇന്നലെയൊക്കെ കുറച്ച് ചടങ്ങുകളും തുടങ്ങൽ, അങ്ങനെ ദീപവും തിരിയും കൊണ്ടുവരിക, അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളാണ് ഉണ്ടാവുക. ആദ്യത്തെ തെയ്യമായിട്ട് വരുന്നത് ഈ നാഗകന്യകയാണ്. ഓരോ തെയ്യത്തിനും ഓരോരോ കഥകളുണ്ടാവും. അത് ചിലപ്പം കുറച്ച് നാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം ചില വ്യത്യാസങ്ങളും വരും. അതായത് കണ്ണൂരിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് വരുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കറിയുന്നത് ആയിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നാഗകന്യക തെയ്യം എന്ന് പറയുന്നത് നാഗദേവതകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെയ്യമാണ്. ഒരു നാട്ടിൽ, അതായത് ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ ആക്ച്വലി മനുഷ്യനെ പോലെയാണ്, മനുഷ്യർ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിലും അവരെ ആത്മാവ് ഒരു നാഗലോകത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ആ ഒരു ശക്തി മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ അവരെ ദ്രോഹിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ അവൾ ആ ഒരു അപമാനം സഹിക്കാൻ കഴിയാതെ നാഗരൂപമായി പ്രത്യക്ഷപ്പെടും, ആ നാടിനെ ശപിക്കുകയും ചെയ്തു. അതിനുശേഷം ഗ്രാമവാസികൾക്ക് അവരെ തെറ്റ് മനസ്സിലാവും, അവളെ തെയ്യത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഈ നാഗകന്യക തെയ്യത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അങ്ങനെ സ്ത്രീ ശക്തിൻ്റെ പ്രതീകമായത് കൊണ്ടാണെന്ന് തോന്നുന്നു തെയ്യം പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തെയ്യം കുറി തരുന്ന സമയത്ത് ഈ സ്ത്രീകളെല്ലാവരും കുടത്തിൽ അരി കൊടുക്കും. പണ്ടൊക്കെ ഇങ്ങനെ മൺകുടത്തിലാണ് കൊടുക്കുക, ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്നാലും അങ്ങനെയും കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം മൺകുടത്തിലോ അല്ലെങ്കിൽ കുടത്തിലോ അല്ലെങ്കിൽ കവറിലോ അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ തെയ്യത്തിന് അരി കൊടുക്കുന്ന ഒരു ചടങ്ങ്, അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൊടുക്കുക. അങ്ങനെ ഒരു ചടങ്ങും കൂടി ഈ തെയ്യത്തിന് വരുന്നുണ്ട്. അന്ന് വേറെ തെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ തെയ്യം കണ്ടുകഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി. പിന്നെ അന്ന് രാത്രി ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഇല്ലേ ബൽറാമിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു, ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് രാത്രിയാണ് പിന്നെ അമ്പലത്തിലേക്ക് പോയത്. നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പൊതുവേ തെയ്യത്തിന് നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി പാട്ടുമായിരുന്നു എല്ലാം ഉണ്ടായത്. അതായത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ട് നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ തെയ്യത്തിന് വീണ്ടും കേളംകുളങ്ങര ഭഗവതി എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ പുറപ്പാടിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ഷോർട്ടാക്കിയിട്ട് കളങ്ങര പൊതി എന്ന് പറയും. എടാട്ട് മാത്രമല്ല, കുഞ്ഞിമംഗലം, ചെറുതാഴം, അതുപോലെ തന്നെ വെള്ളൂർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പൊതുവേ ഈ തെയ്യം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അരയിലും മുടിയിലും പന്തമായിട്ടുള്ള ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള അമ്മയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് എല്ലാ തെയ്യങ്ങളും ശാന്ത സ്വരൂപിണിയായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, അതായത് ശാന്തമായിട്ടുള്ള ദേവിയുണ്ട്, അതുപോലെ തന്നെ നല്ല മന്ത്രമൂർത്തി അല്ലെങ്കിൽ ഉഗ്രമൂർത്തി എന്ന് പറയുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള തെയ്യവും ഉണ്ട്. വളരെ പണ്ട്, അതായത് നമ്മളെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നത് ചേരിക്കല്ല് നില രൂപത്തിലായിരുന്നു. അതായത് ഒരു ചേരിക്കല്ല് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കണ്ടും, അതായത് വലിയൊരു വയലും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് സ്ഥലവും കൂടിയിട്ടുള്ളതാണ് ഒരു ചേരിക്കല്ല് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ നമ്മളെ നാട്ടിലെ പ്ലാത്രിയും ചെറുതാഴൊക്കെ വരുന്നതായിരുന്നു പെരിയാട്ട് ചേരിക്കല്ല്. ആ ചേരിക്കല്ല് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെരിയാട്ട് നായന്മാരായിരുന്നു. അപ്പോൾ അവരെ തറവാട്ടിൽ ആക്ച്വലി 3 പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറിയ പെൺകുട്ടീൻ്റെ പേര് മാണി എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി ഒരു കാലിന് ശേഷിയില്ലാതെ അല്ലെങ്കിൽ മൊടന്തി നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ പെരിയാട്ട് നായർ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അവരെ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് 2 പെൺകുട്ടിക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതായത് മൂന്നാമതായിട്ടുള്ള ഈ മാണിക്ക് ഒന്നും കൊടുത്തില്ല. അപ്പം അങ്ങനെ എൻ്റെ സ്വത്ത് കൊടുക്കാത്തതെന്നുള്ള ചോദ്യത്തിന് അയാൾ ഉത്തരം പറഞ്ഞത്, കാലിന് ശേഷിയില്ലാത്ത ഇവക്ക് എന്തിനാണ്, നടന്നു പോകാൻ പറ്റാത്ത ഇവക്ക് എന്തിനാണ് സ്ഥലം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പൊതുവേ ഒന്നും തിരിച്ചു ചോദിക്കാത്ത മാണി അങ്ങനെ കാരണവരുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ചോദിച്ചു, അതെന്താണ് എനിക്ക് സ്വത്ത് തരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ, അപ്പം നിനക്ക് നടന്ന് എത്താൻ പറ്റുന്ന അത്രയും സ്ഥലം ഞാൻ നിനക്ക് എഴുതി തരും എന്നുള്ള രീതിയിൽ പറയും. അതിന് ചുറ്റും അത് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ചിരിക്കുകയും ചെയ്തു. അപ്പം അതൊക്കെ കേട്ടുകൊണ്ട് നിന്നപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ആ സങ്കടവും ദേഷ്യത്തിൽ അവൾ വീട്ടിൽ നിന്ന്, ആ മുടന്തി ആയിട്ടുള്ള അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ
അവൾ അപ്രത്യക്ഷയാവുകയും ചെയ്തു. അതിനുശേഷം ഈ പെരിയാട്ട് നായർ അന്വേഷിച്ചപ്പോൾ എടാട്ട് ചെറാട്ട് കേളങ്ങര, ഇപ്പം ആ സ്ഥലത്തിനെ കേളങ്ങര കാവ് എന്നാണ് പറയുന്നത്, ആ സ്ഥലത്ത് കണ്ടു എന്ന് ആൾക്കാർ പറയുകയും ചെയ്യാൻ തുടങ്ങി. അവിടെ ഒരു അപ്പം അവിടെ ഇങ്ങനെ 2-3 ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവിടെ തെങ്ങ് കയറുന്ന ഒരു കേളെന്ന് പറയുന്ന ആൾ കുളത്തിൻ്റെ കരയിൽ ഒരു ഭഗവതീനെ കണ്ടു എന്നും, അതായത് ഒരു പെൺകുട്ടീനെ കണ്ടു, ആ പെൺകുട്ടിക്ക് ഭയങ്കര ദൈവികമായ ശക്തി ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. പിന്നെ നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടീനെ കാണാതായി. അതുകൊണ്ട് തന്നെ കേളൻ കുളത്തിൻ്റെ കരയിൽ കണ്ട ഭഗവതി എന്ന രീതിയിൽ കേളംകുളങ്ങര ഭഗവതി എന്ന പേര് അങ്ങനെയാണ് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ പെരിയാട്ട് നായർ അന്വേഷിച്ച് വന്നപ്പോൾ ഇപ്പോൾ ഉള്ള ഈ കേളങ്ങര കാവിൻ്റെ അടുത്തുള്ള ആ കുളത്തിൽ നിന്നാണ് ആ കുട്ടീനെ കിട്ടുന്നത്. അങ്ങനെ ദൈവികമായ ശക്തിയിലെ ഈ ഭഗവതീനെ എല്ലാവരും ആരാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ തെയ്യം പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു സൗമ്യമായ രീതിയിലല്ല ആദ്യം പെരുമാറുക. ഭയങ്കര ദേഷ്യത്തിൽ ആ പന്തം കൊണ്ട് കുത്താൻ വരികയെന്ന് ചെയ്യുക. അതായത് മുന്നേ ഉണ്ടായ ആ ഒരു അപമാനം മുടന്തിയായി എന്ന രീതിയിലുള്ള അപമാനത്തിൻ്റെ ആ ഒരു രീതിയാണ് കാണിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ചെറുതിലേ കേട്ട് വളർന്നത്. ഇങ്ങനെ ഈ കഥകളൊക്കെ എനിക്ക് ആക്ച്വലി എൻ്റെ വല്യമ്മയും അച്ഛനൊക്കെ പണ്ട് പറഞ്ഞു തന്നതാണ്. ഭയങ്കര ശക്തിയിലെ അതുപോലെ തന്നെ ഉഗ്രമൂർത്തി അല്ലെങ്കിൽ മന്ത്രമൂർത്തി എന്നൊക്കെ പറയുന്നതാണ് ഈ കേളംകുളങ്ങര ഭഗവതീനെ. പിന്നെ അത് മാത്രമല്ല ഈ തെയ്യത്തിൻ്റെ തോറ്റം കാണാനും വേറെ തന്നെ ഒരു വ്യത്യാസമാണ്. അതായത് കൊടിയിലെ തോറ്റം എന്നാ പറയുക. തെയ്യത്തിൻ്റെ കയ്യിൽ ഈ കൊടിയിലയിൽ തിരി വെച്ച് ഇതുപോലെ ഈ പന്തം കൊണ്ട് കുത്താൻ വരുന്നത് പോലെ തന്നെ ആ തിരി കൊണ്ട് ആൾക്കാരെ കുത്താൻ വരുന്ന രീതിയിലുള്ളൊരു തോറ്റവും കൂടിയാണ് ഈ തെയ്യത്തിന് ഉള്ളത്. ഈ കേളങ്ങര പൊതിയൻ്റെ കൂടിയുള്ള തെയ്യം ചാമുണ്ടി എന്ന് പറയുന്ന തെയ്യമാണ്. ഇതും ഒരു നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു തെയ്യം തന്നെയാണ്. അന്ന് രാവിലെ വേറെയും കുറച്ച് തെയ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല, കാരണം എനിക്ക് ഓഫീസിലെ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പം ഞാനത് ഇടയ്ക്കൊക്കെ കണ്ട് അങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. പിന്നെ അന്ന് രാത്രി തന്നെ വെടിക്കെട്ടും കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്താനാകുമ്പോഴത്തേക്കും കാഴ്ചയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെടിക്കെട്ടും കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കണ്ണങ്ങാട്ട് അമ്മേൻ്റെ പുറപ്പാടിനാണ് പിന്നെ വന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കണങ്ങാട്ടമ്മേൻ്റെ പുറപ്പാടാവാനാകുമ്പോൾ അമ്പലത്തിലേക്ക് എത്തിയത്. കണങ്ങാട്ടമ്മ പുറപ്പെടുന്നതിന് മുന്നേ ഇങ്ങനെ കോറാശന്മാർ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെളിച്ചപ്പാട് എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത്, നമ്മുടെ നാട്ടിൽ കോറാശന്മാരെന്ന് പറയാം. അപ്പോൾ അവർ കുറി എറിഞ്ഞിട്ട് ഈ മേലേരീൻ്റെ മുകളിലേക്ക് കൂടി ഓടും. അതായത് മേലേരി എന്ന് പറയുന്നത് 101 വിറകുകൾ കത്തിച്ചിട്ട് അതിൻ്റെ ഈ കനലിലേക്ക് കൂടി ഇങ്ങനെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഈ കോറാശന്മാരും 3 പ്രാവശ്യം ഓടും. അതൊരു മെയിൻ ചടങ്ങാണ് ഈ തെയ്യം പുറപ്പെടുത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ അതായത് ഈ കനലും അതൊക്കെ അടിച്ച് വൃത്തിയാക്കും. അത് വൃത്തിയാക്കി തീരാനാകുമ്പോഴേക്കും ബാക്ക് സൈഡിൽ നിന്ന്, അതായത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് മെല്ലെയാണ് ഇങ്ങനെ തെയ്യം നടന്ന് വരിക. ഭയങ്കര സ്ലോ ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് അടിച്ച് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും തെയ്യം മുന്നിലെത്തിയിട്ടുണ്ടാവും. നല്ല ആൾക്കാരുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ തെയ്യം ഇങ്ങനെ മണങ്ങി അതായത് മൊത്തം മുഖമൊക്കെ അതായത് ഇങ്ങനെ മറച്ചിട്ടാണ് വരിക. അവർ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഫുൾ ബെഡ്ഷീറ്റും അതൊക്കെ വെച്ച് മറയ്ക്കും. കാരണം തെയ്യം പുറപ്പെടുന്ന സമയത്ത് മാത്രമേ പിന്നെ നമുക്ക് ആ തെയ്യത്തിൻ്റെ മുഖം ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഈ കണങ്ങാട്ടമ്മേൻ്റെ പുറകിലും, അതായത് ഈ തെയ്യത്തിൻ്റെ പുറകിലും ഒരു ഐതിഹ്യമുണ്ട്. അതായത് നമ്മളെ കൃഷ്ണൻ്റെ കഥയുണ്ടല്ലോ, അതിൽ വസുദേവർ കുട്ടികളെ മാറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ആൺകുട്ടീനെ പ്രതീക്ഷിച്ച് വന്ന കംസൻ പെൺകുട്ടീനെ കാണും. അതുപോലെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മന്ത്രിമുഖ്യന്മാരും എല്ലാവരും എന്തായാലും പെൺകുട്ടിയാണെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ പെൺകുട്ടീൻ്റെ കാല് പിടിച്ച് ഒരു പാറക്കല്ലിൽ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അടിച്ചെടുക്കുന്ന ആ കുട്ടി ഇങ്ങനെ പറന്ന് ആകാശത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാശത്ത് പോയിട്ട് ആ ഒരു ശക്തിയിൽ ആ കുട്ടി പറയുകയാണ്, അതായത് നിന്നെ കൊല്ലാൻ വേണ്ടി ഉള്ള ആൾ അമ്പാടിയിൽ വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് കണ്ണനെ അങ്ങനെ കാട്ടിക്കൊടുത്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണനെ കാട്ടിയ അമ്മ എന്ന രീതിയിൽ കണ്ണങ്ങാട്ട് ഭഗവതി എന്നുള്ള പേര് വന്നതെന്നും ഇങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഉണ്ട്.
ഈ കണ്ണങ്ങാട്ട് ഭഗവതി എന്ന് പറയുന്നത് യാദവ കുലത്തിൻ്റെ അല്ലെങ്കിൽ മണിയാണി സമുദായത്തിൻ്റെ ഒരു തെയ്യം കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ഐതിഹ്യം മാത്രമല്ല, ഈ നമ്മൾ പാറക്കല്ലിടിച്ച് ആകാശത്തിലേക്ക് പോയ പെൺകുട്ടി നേരെ കൈലാസത്തിലെത്തി ശിവൻ്റെ പുത്രിയായി അംഗീകരിക്കപ്പെടുകയും അങ്ങനെ ശിവൻ പറഞ്ഞ് നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ പയ്യാവൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ പയ്യാവൂർ പെരുമാളിൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ച് അങ്ങനെ അവിടെ ഊട്ടുത്സവമൊക്കെ നടത്തിയെന്നും അത് കഴിഞ്ഞ് വയത്തൂർ കാലിയാർ ഭഗവതീൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് നീ ഇവിടെ മാത്രം നിൽക്കേണ്ട ആളല്ല, നീ 17 പ്രദേശങ്ങളിലും പോയിട്ട് അവിടുത്തെ ഭക്തർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും വ്യാധിയും അസുഖങ്ങളൊക്കെ വരുമ്പം അത് മാറ്റി കൊടുക്കാനും ദുഷ്ടരെ വധിക്കും, അങ്ങനെ ഭക്തർക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ഭഗവതി ആവണമെന്നും പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പിന്നെ ഭഗവതി നേരെ എത്തിയത് കൊച്ചി ഉദിനൂർ കൂലോത്തെത്തി, പിന്നെ അവിടുന്ന് കൊച്ചി കണങ്ങാട്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എത്തിയ കൊച്ചി കണങ്ങാട്ടിനെ ആദി കണങ്ങാട്ട് എന്നും പറയുന്നുണ്ട്. ആക്ച്വലി കണ്ണൂർ വരുന്ന 11 കണങ്ങാടാണുള്ളത്, അതിൽ ഏറ്റവും ആദ്യം വരുന്നത് കൊച്ചി കണങ്ങാട്ടാണ്. തെയ്യത്തിൻ്റെ പുറപ്പാടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കുറേ നേരം അതായത് സ്ഥലമൊക്കെ പിടിച്ചിട്ടാണ് തെയ്യത്തിൻ്റെ ആറാട്ട് കാണാൻ വേണ്ടി വന്നത്. അതായത് തെയ്യത്തിൻ്റെ നീരാട്ട്, ആറാട്ട് എന്നൊക്കെയാണ് പറയുക. അതായത് ഈ കണങ്ങാട്ട് ഭഗവതി കുളിക്കാൻ വേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് കുളത്തിൽ വന്നിട്ട് ശരിക്കും ഇങ്ങനെ കുളിക്കുന്നത് പോലെ കൈനെ കൊണ്ട് മുടി, അതായത് മുന്നിൽ കാണുന്ന ഇങ്ങനെ ചെത്തിപ്പൂവിൻ്റെ പൂക്കളുണ്ട്, അപ്പോൾ അത് മുടിയായി സങ്കല്പിച്ച് വെള്ളം ഒഴിച്ച് ആദ്യം എണ്ണ തേച്ച് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകുന്നതും പിന്നെ അതുപോലെ അത് തോർത്തുന്നതൊക്കെ ആയിട്ട് അത് കാണിക്കുകയും കൂടി ചെയ്യും ഇവിടെ അമ്പലത്തിൻ്റെ കുളത്തിൽ വന്നിട്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. പക്ഷെ എന്നാലും നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം കുളത്തിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നാലും നല്ലൊരു സ്ഥലം നോക്കി നിന്ന് ഇങ്ങനെ ദേവീൻ്റെ ഭഗവതീൻ്റെ നീരാട്ടമൊക്കെ കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നെ അവസാനം തെയ്യത്തിൻ്റെ മുടിയെടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പോയില്ല, അന്ന് പിന്നെ ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ തെയ്യത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറ്റുന്ന കഥകളും എനിക്കറിയുന്ന ഐതിഹ്യങ്ങളൊക്കെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.